ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടി ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണിത്. നമുക്ക് ഇഫ്തറൊക്കെയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണിത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമുക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ അമൃതം പൊടി ഇല്ലാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ അവർ അമൃതം പൊടിക്ക് പകരമായി മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇനി നമുക്ക് 2 ഏത്തക്കായയാണ് വേണ്ടത്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ 2 ഏത്തക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 3-4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ അമൃതം പൊടി ഇല്ലാത്തവർ തീർച്ചയായിട്ടും മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഇനി നമുക്കിതിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, ഇത് നന്നായിട്ട് ശരിയായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ഇഡലി മാവിനേക്കായി ഏറ്റവും കുറച്ചുകൂടി കട്ടിക്ക് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മൾ കൈ കൊണ്ടാണ് എടുത്തിട്ട് എണ്ണയിലോട്ടിട്ട് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, ഇത്ര തിക്കായിരിക്കണം നമ്മുടെ ഈ ബാറ്റർ. അപ്പോൾ നല്ല ഒരു സാധാരണ ഈ ബനാന ബോൾസ് തയ്യാറാക്കി എടുക്കുന്നത് മൈദാമാവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അമൃതം പൊടി ഉപയോഗിച്ച് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഇതാകുമ്പോൾ ഹെൽത്തിയും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടവുമാകും. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് റവയാണ്. 1 ടേബിൾ സ്പൂൺ റവയും 1 പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്താലേ ഇത് നന്നായിട്ട് നമ്മൾ ആ എണ്ണയിലിടുമ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരത്തുള്ളൂ. കണ്ടോ, നമ്മുടെ ഈ ബാറ്റർ നല്ല തിക്കാണ്. കണ്ടോ, ഇത്ര തിക്കായിരിക്കണം. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. ഇനി 1 പിഞ്ച് സോഡാപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തക്ക വിധം വേണം നിങ്ങൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഒരു കടായിലേക്ക് ഓയിൽ ചൂടാക്കി നമുക്ക് നന്നായിട്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഇതിൽ നിന്നും ഓരോന്നും ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഇത് ഇട്ടതിന് ശേഷം തീ കുറച്ച് വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാവൂ. പിന്നെ ഇട്ട ഉടനെ തന്നെ നിങ്ങൾ തിരിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് നേരം ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായതിന് ശേഷം ഒരു ഗോൾഡൻ നിറമായിട്ട് മാത്രമേ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലേ ഇതിൻ്റെ ഉൾഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.